ഞാനത് സമാധി ജനങ്ങളറിയണം, ഈ തലമുറ അറിയണം എന്താണ് സംഭവം. ഈ ഇപ്പോൾ ഉള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള പറയുന്നുണ്ട് സമാധി സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ എങ്ങനെ സമാധി സ്ഥലങ്ങളാവുന്നത്? ഈ സമാധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ ആദ്യം പറയണം. ഈ സമാധി അത് എന്നുണ്ടായി, സമാധി എന്നുണ്ടായി, എങ്ങനെ ഉണ്ടാവുന്നു, ആരാണ് സമാധിസ്ഥനായത് ആദ്യം? അങ്ങനെ ഒരാൾക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ ആദ്യത്തെ സമാധിസ്ഥനാരാണ്? എത്ര ആളുകൾ സമാധി അങ്ങനെ ആയിട്ടുണ്ട് അറിവിൽ? ഈ സമാധി സ്ഥലങ്ങൾ, അങ്ങനെ സ്ഥലങ്ങളുണ്ടോ? ഒരാൾ സമാധിയായ ആ സ്ഥലത്തിന് പ്രത്യേകത. സമാധിയായ ആൾക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ, അതാണ് അറിയേണ്ടത്. അറിയണം. സമാധിയായ ജീവനുണ്ടെങ്കിൽ ജീവൻ ജീവിച്ചിരിക്കുമ്പോൾ സമാധിയാവുന്നു. മരിച്ചതിന് ശേഷമാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഗുണമുള്ളതാണോ അതോ ദോഷമുണ്ടോ? അതായത് മരിച്ചു കഴിഞ്ഞിട്ടാണോ സമാധിയാവുന്നത്? അതെ. അപ്പോൾ സമാധിനാഥനാരെന്നറിയില്ല? അതറിയണം. സമാധിനാഥൻ, സമാധിയുടെ ഉൽപ്പത്തി. സമാധിനാഥൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. ഏത് കാര്യത്തിനും നാഥൻ ഉണ്ടല്ലോ ലോകത്ത്. ഏത് സമാധിനാഥനായിരിക്കുന്ന ആ സമാധിനാഥൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദേവസങ്കല്പത്തിലെ സമാധിനാഥൻ എന്ന് പറയുന്നത് ഈ ഭൂമിയാണ്, ഈ ശിവനാണ്. മരിച്ചിട്ടുണ്ടോ? ശിവനാണ്, ശവമല്ല. അപ്പോൾ സമാധി ജീവനുള്ളതാണ്. ജീവനുള്ളതാണ്. അതെ. ഇനി സമാധിപതി, അത് ഈ നിൽക്കുന്ന ആളാണ്, സാക്ഷാൽ വൃക്ഷലോകമാണ്, വിഷ്ണുവാണ് സമാധിപതി. ആ സമാധിയുടെ ധീയിലാണ്, ഈ ധീ തരുന്നത് ഈ സസ്യലോകമാണ്. ആ ധീയിലാണ് ജന്തുലോകത്തിന്റെ മുഴുവൻ ബുദ്ധിഗുണങ്ങളും. അപ്പോൾ സമാധിപതി എന്ന് പറയുന്ന ആൾ ഇതാണ്. സമാധിനാഥൻ ഭൂമിയാണ്, ശിവനാണ്. ശരിക്കും ഈ സമാധിപതിയുടെ സമാധിയാണ്, ആ വൈഭവമാണ് നമ്മുടെ നിലനിൽപ്പ്, നമ്മളുടെ ഇവിടുത്തെ സ്ഥിതി, ജീവസ്ഥിതി. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധി നമ്മളുടെ മനസ്സിൽ നിറയണമെങ്കിൽ, അപ്പോൾ ബുദ്ധി മനസ്സിലേക്ക് ഇറക്കി വയ്ക്കണം. അത് ആത്മശക്തി മനസ്സുമായിട്ട് ചേർന്നിരിക്കുമ്പോഴാണ് സമ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഈ വിഷ്ണുവാണ്, ശിവനുമാണ്. ഇവർ രണ്ടുപേരും ലൈവാണ്. ലൈവ് ആയതുകൊണ്ടാണ് നമുക്ക് ലൈഫുള്ളത്. ഇവർക്ക് ഇല്ലാത്തതുമാണ്. സമാധി എന്ന് പറഞ്ഞാൽ അഷ്ടാംഗയോഗത്തിലെ ഏറ്റവും അവസാനത്തേതാണ്. ധ്യാനവും കഴിഞ്ഞിട്ട് ധാരണയും കഴിഞ്ഞിട്ട് അടുത്തതാണ് സമാധി. സമാധി എന്ന് പറഞ്ഞാൽ ചിത്തത്തെ ആ ധ്യേയവസ്തുവിൽ തന്നെ നിർത്തിക്കൊണ്ട് എന്താണോ നമ്മുടെ ആത്മവൈഭവം അത് തന്നെ ആയിത്തീരുക എന്നുള്ളതാണ്. നമ്മളുടെ എന്താണോ നമ്മളുടെ ആത്മവൈഭവം, നമ്മളുടെ ടാലൻ്റ് എന്താണോ അതിൽ നമ്മൾ ആ ലക്ഷ്യത്തിലെത്തി, ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ നമ്മൾ മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവയെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ആ ധ്യേയവസ്തുവിൽ തന്നെ നമ്മളായിത്തീരുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മരണം എന്നുള്ള വാക്കിന് യാതൊരു ബന്ധവുമില്ല. മരണത്തിന് എങ്ങനെയാണ് ഈ ധീയെ സാധിക്കാൻ പറ്റുന്നത്? ബുദ്ധി എന്തും മരണത്തിന് സാധിക്കുന്നത്, എന്തും മരണത്തിന് മുമ്പുള്ളതാണ്. ജീവിതം മരണത്തിന് മുമ്പ്, മരണാനന്തര ജീവിതം ഇല്ല. മരണത്തിനോട് കൂടി എന്തെങ്കിലും സാധിക്കാൻ പറ്റുമോ? മരണാനന്തരമുള്ള ജീവിതം ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാകുന്ന ആ സ്വർഗമണ്ഡലത്തിലുള്ള ജീവിതമാണ്. നന്മ ചെയ്താൽ 100 പേര് ഓർത്തു വയ്ക്കും. ഒരു നന്മ ചെയ്താൽ മതി, 100 പേര് ഓർത്തു വയ്ക്കും. 1000 നന്മ ചെയ്താലോ അമരത്വം ചാർത്തി തരും. അതാണ് ഈ പ്രപഞ്ചം. അവർക്ക് മരണമില്ല 1000 നന്മ ചെയ്താൽ. നന്മയുള്ളവരെ ഓർത്തിരിക്കുള്ളൂ, നന്മ മാത്രമേ ഓർത്തിരിക്കുള്ളൂ. അതാണ് സ്വർഗത്തിൽ ഇടം പിടിക്കുക. നമ്മൾ എവിടെയാണ് നമ്മളുടെ ആചാര്യന്മാരെല്ലാവരും ജീവിച്ചിരിക്കുന്നത്? നമ്മളുടെ മനസ്സാകുന്ന സ്വർഗമണ്ഡലത്തിലാണ് അവരുടെ മരണാനന്തരമുള്ള ജീവിതം. അല്ലാതെ എവിടെയെങ്കിലും ജീവിതമുണ്ടോ? നരകം എന്ന് പറഞ്ഞാൽ മറവിയാണ്. മറവിയുടെ നരകാന്തകരത്തിലേക്ക് നമ്മൾ തള്ളപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരമുള്ള നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓർമ്മകളുടെ, സ്വന്തം മക്കൾ പോലും ഓർക്കാത്ത, ഓർമ്മകളുടെ വെളിച്ചം കടന്നു ചെല്ലാത്ത മറവിയുടെ നരകാന്തകാരത്തിലേക്ക് നമ്മൾ തള്ളപ്പെടും. നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ എരുതിയിൽ ഇട്ട് വറുക്കുന്ന പോലെ വിമർശിച്ചു കൊണ്ടിരിക്കും. നമ്മളെ ഓർമ്മിക്കുന്നത് തന്നെ നമ്മളെ വിമർശിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, നമ്മളെ തപിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ താപത്തിലാണ്, വറചട്ടിയിൽ വീണെന്ന് പറയുന്നില്ലേ നരകത്തിൽ, അതാണത്. ഇത്ര മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങളെയാണ് നമ്മൾ സ്വർഗമുണ്ട്, നരകമുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാകുന്ന, ഈ പൗരജനങ്ങളുടെ മനസ്സാകുന്ന ആ സ്വർഗമണ്ഡലത്തിലാണ് അവർക്കറിയാവുന്നവർ മരിച്ചു പോയവർ ജീവിച്ചിരിക്കുന്നത്.
നമുക്കറിയാൻ പാടില്ലാത്ത എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചിട്ടുണ്ട്. അവരൊന്നും നമ്മുടെ സ്വർഗമണ്ഡലത്തിലില്ല. അപ്പോൾ നമ്മുടെ ശ്രീരാമ സിദ്ധാന്തം അനുസരിച്ച് സമാധി ജീവിതത്തിലേ ഉള്ളൂ, ജീവിതത്തിലെ സ്വർഗം ജീവിതത്തിലേ ഉള്ളൂ, നരകം ജീവിതത്തിലേ ഉള്ളൂ. മരണത്തിന് ശേഷം ഇതൊന്നും ഇല്ല. ഇല്ല 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 പുനർജന്മമില്ല. പുനർജന്മമേ ഇല്ല. നമ്മുടെ ഏറ്റവും വലിയ ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഏറ്റവും വലിയ ആചാര്യന്മാരുൾപ്പെടെയുള്ളവർ മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പുനർജന്മമുണ്ട്, മുജ്ജന്മമുണ്ടെന്നാണ്. നമ്മുടെ അച്ഛനമ്മമാർ തന്നെയാണ് നമ്മുടെ മുജ്ജന്മം എന്ന് പറയുന്നത്. നമ്മുടെ മക്കളാണ് നമ്മുടെ പുനർജന്മം. നമ്മൾ പട്ടിയായിട്ടോ ആടായിട്ടോ കോഴിയായിട്ടോ പുനർജനിക്കുമോ? ഇല്ല. നമ്മളുടെ മക്കൾ ആരുടെയും പുനർജന്മ സൃഷ്ടിയുടെ വൈഭവമല്ലെന്നേ, നമ്മളുടെ ആത്മസമ്പാദ്യമാണത്. നമ്മളുടെ ആത്മജമാരാണ് നമ്മുടെ മക്കൾ. നമ്മളിൽ നിന്നും പുനർജനിച്ചതാണ് നമ്മളുടെ മക്കൾ. ഒരമ്മയുടെ സ്വപ്നമാണ്, ജീവനാണ്, ശരീരമാണ് മക്കൾ. ഒരച്ഛൻ്റെ ആ വൈഭവത്തിൽ നിന്നാണ് ഒരു ജീവൻ ജനിക്കുന്നത്. ജീവൻ തന്നെ അമ്മയാകുന്നു. അതാണ് ഏറ്റവും വലിയ രസം. നമ്മുടെ മുജ്ജന്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയും അച്ഛനാണ്. നമ്മൾ പുനർജനിക്കുകയില്ല. ഇതല്ലേ ജനങ്ങൾ അറിയേണ്ടത്. ഇത് ജനങ്ങൾ അറിയണം. വരും തലമുറ ഈ അറിവ്, ഈ മുജ്ജന്മ പൂർവ്വജന്മ സിദ്ധാന്തം ഇത് ഭാരതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ജന്മത്തിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്ന അടുത്ത ജന്മത്തെ എൻ്റെ മക്കളാണ്. ഞാൻ ഈ ജന്മത്തിൽ ചെയ്യുന്നത് നന്മയല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ എൻ്റെ മക്കൾ നരകത്തിലാണ്. ഞാൻ ഈ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ജന്മത്തിൽ ഞാൻ നന്മ ചെയ്താൽ, അങ്ങ് നന്മ ചെയ്താൽ ആ നന്മയായിരിക്കും നമ്മളുടെ മക്കൾ അടുത്ത ജന്മത്തിൽ അനുഭവിക്കുക. എന്ന് വെച്ചാൽ നമ്മളുടെ പുനർജന്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണ്. ആ മക്കൾ അനുഭവിക്കുന്നത് ഈ സ്വർഗീയതയാണ്. ഈ ഇത്രയും നല്ല ഫിലോസഫിയാണ് ഇവിടെയുള്ള ആചാര്യന്മാർ അർത്ഥമറിയാതെ 18 പുനർജന്മങ്ങൾ, 10 പുനർജന്മം കാണാൻ പറ്റിയില്ലേ അവൻ മരമണ്ടനാണെന്ന്. ഈ വളരെ മോശമായിട്ടാണെന്നേ നമ്മുടെ ആചാര്യന്മാർ ജലസമാധി, വായു സമാധി, ഇങ്ങനെ ഒത്തിരി കൂട്ടം സമാധികളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇപ്പോൾ ഇതിൻ്റെ ഈ സമാധിയുടെ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്താൽ ഇത് ജനങ്ങളിലേക്ക് ശരവേഗത്തിലെത്തണം, അല്ലെങ്കിൽ ആളുകൾ മുഴുവൻ അപായപ്പെടും, തലമുറ അപായപ്പെടും. ചോദിക്കുന്നത് ഈ സമാധി അത്രയും നല്ല കാര്യമാണെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ ആദ്യം പോയി സമാധി ആവട്ടെ. ഇവർ പറയുന്ന ഈ സമാധി ഇവരാവണം. സമാധി ആവാൻ വേണ്ടിയിട്ടാണല്ലോ ജീവിച്ചിരിക്കുന്നത്. അതെ, സമാധി ആകുന്ന ഒരു വലിയ കാര്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവരങ്ങ് എത്തിയവരാണല്ലോ. തീർച്ചയായിട്ടും ഇവരെ ചെയ്യണം, ഒരു നിമിഷം കളയാതെ. അപ്പം മണ്ടത്തരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമാധി ഇരുത്തുക, സമാധിയാകുക, സമാധിസ്ഥമാകുക, സമാധിക്കുന്നൊക്കെ പറയുന്നത് ഈ മനുഷ്യ കുലത്തിന് തന്നെ നാശത്തിന്റെ വിത്ത് വിതറുന്ന സംവിധാനമാണ്. അതിനേക്കാളും വലിയൊരു ദോഷമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങൾ സമാധി സ്ഥാനങ്ങളാണെന്ന് പറയുന്നതിലൂടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ നേതാവ് പറഞ്ഞു, ശബരിമല മണിമണ്ഡപം അയ്യപ്പന്റെ സമാധി സ്ഥലമാണ്. ഇത് അയ്യപ്പ വിശ്വാസികൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ധ്യാനം എന്താണെന്നും ധാരണ എന്താണെന്നും അതിനുശേഷം വരുന്ന സമാധി എന്താണെന്നും അറിയണം. എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാനിപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ വീഡിയോ അങ്ങ് ചെയ്യണം. അങ്ങത് ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം നിങ്ങൾ. കാരണം നമ്മൾ ആരെയും ചെറുതാക്കി കാണിക്കുന്നില്ല, പക്ഷേ തെറ്റിലേക്കാണ് നമ്മളുടെ മക്കൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ കൂത്തരങ്ങിലാണ് നിൽക്കുന്നത്. ഈ അന്ധവിശ്വാസത്തിൻ്റെ ഇത് വഴിയില്ലാത്ത ഒരു അവസ്ഥയല്ല ഞാൻ പറയുന്നത്, ചെളിയാണ്. ഞാൻ മോഹൻജിയോട് രാവിലെ പറഞ്ഞ പോലെ ചതുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. താന്നു പോകും നമ്മുടെ മക്കളെ, പിടിച്ചു നിൽക്കില്ല ഈ ലോകത്ത്. നമ്മുടെ മക്കളെ ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസ്, ഇതുപോലുള്ള വാട്സപ്പ് മെസ്സേജുകൾ, ഇതൊന്നും കാണാനായിട്ടുള്ള ഒരു തലമുറകളായി നമ്മുടെ നേതൃത്വം ആ പരുവത്തിൽ എത്തിച്ചു വെച്ചേക്കുവാണ്. നമ്മളുടെ പുതിയ തലമുറ വന്നാൽ ഇപ്പം നടമാടിക്കൊണ്ടിരിക്കുന്ന യാതൊരു ആചാരാനുഷ്ഠാനങ്ങളും ദുരാചാരവും ദുരാനുഷ്ഠാനങ്ങളുമാണ്. ഇതിൽ പെടാതെ, അതിൽ കണ്ണു വയ്ക്കാതെ, കേൾക്കാതെ, ചെവിയും കണ്ണും കാതും ഒന്നും നമ്മുടെ കുട്ടികൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാത്ത തരത്തിൽ നമ്മൾ വളർത്തിയെങ്കിൽ മാത്രമേ ഒരു 15 വർഷം കഴിയുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള നല്ല വിവരമുള്ള, ബോധമുള്ള, അറിവുള്ള മനുഷ്യരെ കിട്ടാൻ വഴിയുള്ളൂ. ഇത് നമ്മൾ മാതാപിതാക്കൾ താമസിക്കണം. 15 വർഷം. പുതിയൊരു സിദ്ധാന്തം ഇവിടുത്തെ ആചാര്യന്മാർ, വലിയ പ്രമുഖരായിട്ടുള്ള ആചാര്യന്മാർ പറയണം, നമ്മുടെ കുട്ടികൾക്ക്, അതായത് നമ്മളുടെ മക്കൾക്ക് നമ്മളുടെ മാതൃത്വത്തെ, അല്ലെങ്കിൽ ഏതച്ഛന് ഏതമ്മയിൽ നിന്ന് ജനിക്കാനുള്ള ആ ഒരു വൈഭവം കൂടി ഉണ്ടത്രേ. അതായത് ചോയ്സ് ഉണ്ട്. ഏതച്ഛൻ്റെ ബീജത്തിൽ ജനിക്കണം, ഏതമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കണമെന്ന് നമുക്ക് അത് ചോയ്സ് ഉണ്ടത്രേ. എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്താണെന്നറിയോ? അങ്ങോട്ട് തുറന്നു പറയാമല്ലോ. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതികൾ, അവർക്ക് ഈ കാര്യത്തിൽ
അറിവ് പകർന്നു കൊടുത്തിട്ട് അവർ അങ്ങനെ അറിവോടുകൂടി സൃഷ്ടിക്കപ്പെടുന്ന ആ കുട്ടികൾ ഈ പറയുന്നത് പോലെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് മുന്നിൽ, അന്ധവിശ്വാസങ്ങൾക്ക് മുന്നിൽ അകപ്പെടാതെ എങ്ങനെയെങ്കിലും വളർത്തിക്കൊണ്ട് വന്നാൽ ആ വളർത്തൽ ഒരു 15 വർഷം കഴിയുമ്പോൾ അവർ സത്യം പറഞ്ഞ് അറിഞ്ഞാൽ വളരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിച്ചാൽ നമുക്കൊരു 15 വർഷം കൊണ്ട് ഈ അന്ധവിശ്വാസത്തെ നമുക്ക് പൂർണ്ണമായിട്ടും പറ്റിയില്ലെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടൊന്നല്ല, തുടക്കം അതിന് എതിരെ സഞ്ചരിക്കാറാവും. അതെ, നമ്മുടെ മക്കൾക്ക് അതിന് കഴിയണം, ചിന്തിക്കണം. ശാസ്ത്രത്തിലാണ് വിശ്വസിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ആ ശാസ്ത്രത്തിൻ്റെ ആനുകൂല്യം പൂർണ്ണമായിട്ടും സമ്പാദിക്കാനായിട്ട് നമുക്ക് കഴിയണം. ആ ശാസ്ത്രത്തിൻ്റെ ആനുകൂല്യത്തിൽ ജീവിക്കുന്ന ആളുകളായിട്ട് മനുഷ്യർ മാറണം. ശാസ്ത്രീയമായിട്ട് തന്നെ ഏത് വിഷയത്തെയും ശാസ്ത്രീയമായിട്ട് നമ്മൾ വിശകലനം ചെയ്യണം, പഠിക്കണം. ഇത് കാണുന്ന എല്ലാവരും മാക്സിമം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചാത്തങ്കാവുകളിൽ അരപ്പട്ട കെട്ടി ആടുന്ന കോമരങ്ങൾ പോലത്തെ ഈ മന്ത്രവാദികൾ, അവരുടെ മുമ്പിൽ പോയി ഭയന്ന് വിറച്ച് നിൽക്കുക നമ്മുടെ ആളുകൾ. ഉള്ള സ്വത്ത് മുഴുവൻ വിറ്റ്, ഭൂമി മുഴുവൻ വിറ്റിട്ട് ഈ ചാത്തങ്കാവുകളിൽ കൊണ്ടു കൊടുക്കുക. ഭൂമി മാത്രമല്ല, യുധിഷ്ഠിരന് സംഭവിച്ച പോലെ ഞങ്ങളെ സംഭവിക്കുന്നത്. ചൂതുകളിയിൽ യുധിഷ്ഠിരന് അവസാനം സംഭവിച്ചത് എന്താ? യുധിഷ്ഠിരന് അതെ, അതും കൂടെ സംഭവിക്കുന്നുണ്ട്. കാഴ്ചവെക്കുന്നുണ്ട്, മക്കളെ കാഴ്ചവെക്കുന്നുണ്ട്, കന്യകളെ കാഴ്ചവെക്കുന്നുണ്ട്, മക്കളെ കൊണ്ട് കൊടുക്കുകയാണ്. വളരെ ഭയാനകമാണിത്. വിറ്റ് കൊണ്ടുവരുമ്പോൾ ചാത്തൻ അല്ലെങ്കിൽ പിടിച്ചു വാങ്ങിക്കുമെന്നാണ് പറയണത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ചാത്തൻ എന്ന് പറഞ്ഞാൽ, ശാസ്താവ് എന്ന് പറഞ്ഞാൽ, ചെകുത്താൻ എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ആദ്യം അതറിയണം. ശാസ്ത്രമാണ് ചാത്തൻ. നമുക്ക് അറിവ് കുറയും തോറും അത് ചെകുത്താനാകും. നമ്മൾ അറിഞ്ഞ് വെച്ചിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള അറിവാണെങ്കിൽ നമ്മൾ തന്നെയാണ് ചെകുത്താൻ. അതെ, നമ്മളുടെ മനസ്സ് കലുഷിതമാണെങ്കിൽ, നമ്മളുടെ മനസ്സ് വിഷമാണെങ്കിൽ നമ്മൾ തന്നെയാണ് ചെകുത്താൻ. ഒരു സംശയം വേണ്ട. നമ്മളുടെ ഉള്ളിൽ ദൈവികമായ അറിവ് നിറയുന്നു. ദൈവികമായ എന്ന് പറഞ്ഞാൽ ദ്രവ്യത്തിൻ്റെ ശുദ്ധിയുള്ള ഏറ്റവും നല്ല പരിശുദ്ധമായിട്ടുള്ള അറിവാണ് നമ്മളിൽ നിറയുന്നതെങ്കിൽ നമ്മൾ തന്നെയാണ് ദൈവം. ഇല്ലെങ്കിൽ നമ്മൾ വിഷമാണ് വമിപ്പിക്കുന്നതെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ വിഷമമാണ്, ആരുടെയെങ്കിലും വളർച്ചയിൽ അസൂയയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മളിൽ ഒരു ചാത്തൻ വളരുന്നുണ്ട്, ഒരു ചെകുത്താനാകാനുള്ള ചാത്തൻ വളരുന്നുണ്ടെന്ന് തന്നെ നിങ്ങൾ അറിയണം, ചിന്തിക്കണം. ഈ ചാത്തൻകാവുകളിൽ പോയിട്ട് വിറച്ച് പനിച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ മറ്റുള്ളവരുടെ അറിവ് കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറ്റുള്ളവരുടെ വേർപ്പ് കൊണ്ടുമല്ല നമ്മൾ ജീവിക്കേണ്ടത്, ചൂത് കളിച്ചുമല്ല ജീവിക്കേണ്ടത്. ഈ കേരളം ചൂതാട്ടത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ ചൂതാട്ടം കൊണ്ടോ മദ്യം കൊണ്ടോ മയക്കുമരുന്ന് കൊണ്ടോ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ജീവിക്കേണ്ടത് അറിവിൻ്റെ വെളിച്ചത്തിൽ, ശാസ്ത്രത്തിൽ, അവനവൻ്റെ വിയർപ്പ് കൊണ്ട് ജീവിക്കാൻ നോക്കുക ജനങ്ങൾ. ഒരു സിദ്ധിയും ഇവിടെ ആർക്കുമില്ല. ഈ സസ്യലോകത്തിൻ്റെ ഒരില അടന്നാൽ അതിനെ തിരിച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സിദ്ധിയുള്ള സിദ്ധന്മാരുണ്ടെങ്കിൽ അവരെ വിളിക്കൂ. മാലിന്യത്തിലിരിക്കുന്ന ഈച്ചയെപ്പോലും പറപ്പിക്കാൻ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് കഴിയില്ല എന്നുള്ളൊരു വസ്തുതയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക.